ഹായ്. ഈ ബുദ്ധിയില്ലായ്ക ആരുടെയും കുറ്റമല്ല. ബുദ്ധിയില്ലായ്ക ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു പാവപ്പെട്ട ഉമ്മയ്ക്കുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയും ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ റീസെല്ലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യം. അപ്പോൾ സന നസ്രിയ എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ കീഴിലുള്ള ഡ്രസ്സുകൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടും പല ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെയും ഒക്കെ ഇങ്ങനെ റീസെല്ലിങ് നടക്കുന്നുണ്ട്. അതിലൊരു ഡ്രസ്സാണ് എനിക്ക് ഐഷ നേഹ പെരുന്നാളിന് അയച്ചു തന്നിട്ടുള്ളതും. അതും കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ സന നസ്രിയയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഐഷ നേഹയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാവപ്പെട്ട ഉമ്മ പഠിച്ച പണി 18 നടത്തിയിട്ടുണ്ടെങ്കിലും അത് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലായിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നുണ്ട്. ഞാൻ കാണാൻ പോവുകയാണ്, ഞാൻ മുട്ടാൻ പോവുകയാണ്, ഞാൻ തിണ്ടാൻ പോവുകയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ കണ്ണിൽ പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ജനങ്ങൾക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു റീസെല്ലറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടി. അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ ഈ സന നസ്രിയ മോഡലായിട്ടുള്ള ആ ഡ്രസ്സുകൾ പബ്ലിഷ് ചെയ്യുകയും ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റ് വിൽക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ ഐഷ നേഹ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന നസ്രിയയ്ക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഐഷ നേഹ അവരുടെ പ്രോഡക്റ്റ് എത്രത്തോളം വിറ്റു എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അത് ഐഷ നേഹ മാത്രമല്ല, സന നസ്രിയയുടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന യൂട്യൂബർ എന്ന് പറയുന്നത് ഐഷ നേഹ മാത്രമല്ല, നമ്മുടെ സിലു സിൽഹ പോലും ഇവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന പരസ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അവരുടെ ചാനൽ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്താൽ അറിയാം. അതുപോലെ തന്നെ ഈ ലേറ്റഡ് ആയിട്ട് പ്രസവം നടന്ന ഒരു ഫാമിലി ഉണ്ട്. അതായത് മകന് 22 വയസ്സെങ്ങാണ്ട് ആയതിനു ശേഷം പിന്നീട് പ്രസവം നടന്ന ഒരു ഫാമിലി, എന്തോ ഷാ ഇമ്പാക്റ്റ് ഷാ ഡോട്ട്സ് എന്തോ ആണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ അവരും ഈ ഒരു റീസെല്ലിങ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ തെറ്റായ കാരണമാണ്, അല്ലെ തെറ്റായ ഒരു കാര്യമാണ് ഐഷ നേഹ ചെയ്തത് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മുമ്പിലേക്കാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിക സമൂഹത്തിൽ പെൺകുട്ടികളുടെ ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി അവളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളുടെ സ്വന്തം ഫേസ് അവൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആർക്ക് വേണമെങ്കിലും യൂട്യൂബ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂഫി സഫർ ചെയ്യുന്നത് വലിയ മാരകമായ തെറ്റാണല്ലോ. അയാളുടെ മുഖം മറച്ചു വെച്ചുകൊണ്ട് അയാളുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ ഒരുപാട് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും അതേ സെയിം ഐഡിയിലൂടെ തന്നെ വന്ന് പലരുടെയും വീഡിയോസിൻ്റെ താഴെ അനാവശ്യമായ കമൻറ്റുകൾ ഇടുന്നുണ്ട് അയാൾ. അപ്പോൾ അയാൾ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റുകളാണ്. അതുപോലെ തന്നെ ഫേസ് കാണിക്കാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്ന് നമ്മുടെ യൂട്യൂബ് മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരുപാട് വിശ്വസിച്ച സൗഹൃദങ്ങളെ നമ്മൾ ഒരുപാട് വിശ്വസിക്കും. അതുപോലെ വിശ്വസിച്ച ഒരു സ്ഥലത്ത് നിന്ന് ആ കുട്ടിയെ വിശ്വസിച്ചവരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത ഒരു ഫോട്ടോ അത് ഒറിജിനൽ അല്ല എന്നുള്ളതാണ്. ആ ഒരു ഫോട്ടോ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ആ കുട്ടിയെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന നസീം മജീദിൻ്റെ ഫാമിലി നിയമപരമായി തന്നെ ആ ഒരു കാര്യത്തെ നേരിടുന്നുണ്ട്. അവർ പല സ്ഥലങ്ങളിലും കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന തെറ്റായ വാർത്ത കൊടുത്തിട്ടുള്ള, അതായത് അഫാൻ എന്ന കൊടും ക്രിമിനലുമായിട്ട് പോലും താരതമ്യം ചെയ്ത് സംസാരിച്ച ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ പേരിലും സൂഫി സഫറിൻ്റെയൊക്കെ പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്രതിയായി തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത്. കാരണം ഞാൻ ഉൾപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ പുറത്തു പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ പല രീതിയിലും ആ പെൺകുട്ടിയെ ട്രാപ്പിലാക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ വിഫലമാണ്. കാരണം ആ പെൺകുട്ടിയോടൊപ്പം ആ പെൺകുട്ടിയുടെ ഫാമിലി ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട്
വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ വെൽ പ്ലാൻഡുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനൊന്നും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും സഹായത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ കളവുകൾ ഒരു 21 വയസ്സുകാരിക്ക് പോലും പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു ഭീഷണിയുടെ രീതിയിൽ നിങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണ് തയ്യാറെങ്കിൽ അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. ഞങ്ങളത് നിയമപരമായി തന്നെ നേരിടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആരുടെയൊക്കെയോ ഏതോ അസൂയ മമ്മിയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആയുധങ്ങളൊന്നും തന്നെ ഫലവത്താകില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതുപോലെ തന്നെ പലരും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സുഹൃത്തുക്കളായി ഇരുന്നു കൊണ്ട് എനിക്കെതിരെയാണ് ശരിക്കും അവർ ഒരു വലിയ ട്രാപ്പ് പണിതുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിയമ സഹായത്തോടു കൂടി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിയമത്തെ ഞാൻ ഒരിക്കലും പേടിക്കുന്നില്ല. നിയമം എന്ന് പറയുന്നത് സത്യം ആണല്ലോ, സത്യസന്ധമായ കാര്യത്തിൻ്റെ കൂടെയാണല്ലോ നിയമം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, മുമ്പ് ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിച്ച അതേ ഒരു മെത്തേഡാണ് ഐഷ നെഹയുടെ ബിസിനസ്സിന് നേരെയും ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഒരു ഫലവത്തായ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഈ സന നസ്രിയ എന്ന മോഡലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഐഷ നെഹയെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെയും അവരുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പരസ്യങ്ങൾ അവർ ചെയ്യുന്നത്. അവരൊരു മോഡലാണ്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്യം ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ റീസെല്ലർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലാതെ വെറുതെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന നിങ്ങളെയൊക്കെ ചിലപ്പോൾ അവർക്ക് കേസുമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളം സന നസ്രിയയ്ക്ക് അത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ കൈകാര്യം ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. ഒരു ബിസിനസ് പരമായിട്ട് അവർ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഭാര്യയും ഭർത്താവും ഒരു ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു നിസാര കാര്യങ്ങളുടെ പിന്നാലെ ഓടിക്കതച്ച് നടക്കേണ്ട കാര്യമൊന്നും അവർക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഈ സന നസ്രിയ പാവപ്പെട്ട ഉമ്മയെ വിളിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വീഡിയോകൾ ഷെയർ ചെയ്ത ഐഷ നെഹയ്ക്ക് ആദ്യം അവരുടെ വിളി വരേണ്ടതായിരുന്നു. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ പാവപ്പെട്ട ഉമ്മ. ആ പരിപ്പ് സ്വന്തം കലത്തിലിട്ട് വേവിക്കുക. നിങ്ങൾ എവിടെ കേസ് കൊടുത്താലും അത് നേരിടാൻ വേണ്ടിയിട്ട് ഞാനും ഐഷ നെഹയും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്കറിയാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്. ഒട്ടുമിക്ക വോയിസുകളും ഞങ്ങളും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമത്തെ നിയമപരമായി നേരിടാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്.